അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് അതൊരു അപൂർവമായ കാര്യം കൂടിയാണ്. കാരണം കോൺഗ്രസിനെ എതിർക്കുന്നു കേരളത്തിൽ ഇടതുപക്ഷം, മുഖ്യ ശത്രുവാണ്. പക്ഷെ അതേ കോൺഗ്രസിനെ തന്നെ ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് ഒരു വിശാല മതേതര സഖ്യത്തിലേക്ക് പോകണം. അതിന് ചുക്കാൻ പിടിക്കേണ്ടതും ആരാണ്? ഈ പറയുന്ന CPIM ജനറൽ സെക്രട്ടറി അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട ആളാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇത്രയും കാലം നമ്മൾ നേതൃത്വം, ദേശീയ നേതൃത്വം എന്നും കേരളത്തിൽ മറ്റൊരു നിലപാടെന്നും ഈ കാര്യത്തിൽ അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ MA ബേബി ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ഒരേ ഒരാൾ തന്നെ ഈ രണ്ട് റോളും വഹിക്കേണ്ടുന്ന ഒരു അപൂർവ അവസരത്തിലേക്ക്, അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചും അതൊരു വലിയ വെല്ലുവിളിയാകും. കോൺഗ്രസ് ആ ഒരു നീക്കത്തെ ഏത് തരത്തിലേക്ക് ഇത് അദ്ദേഹം കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. അത് ദേശീയ തലത്തിൽ അത് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരാശങ്ക കോൺഗ്രസിനുണ്ടോ? അങ്ങനെ ഒരു ഡബിൾ റോൾ വഹിച്ചുകൊണ്ട് MA ബേബി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ? അല്ല, ഇതിനകത്ത് ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ദേശീയമായ കാഴ്ചപ്പാടോടുകൂടി നിലപാടെടുക്കണം. അതിന് ഇന്ത്യൻ ഭരണകൂടം എടുക്കുന്ന നയസമീപനങ്ങൾക്കെതിരെയുള്ള പൊതു പോരാട്ടത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മുന്നണിപരമായി തമ്മിൽ മത്സരിക്കും, രാഷ്ട്രീയപരമായ മത്സരങ്ങൾ നടക്കും, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇന്ത്യ ഇന്ന് നേരിടുന്ന, അഭിമുഖീകരിക്കുന്ന ബഹുമുഖമായ വിഷയങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി പിണറായി വിജയൻ്റെ തടവറയിൽ നിന്ന് പുറത്തു വന്ന്, പ്രകാശ് കാരാട്ടിൻ്റെ തടവറയിൽ നിന്ന് പുറത്തു വന്ന് നിലപാടെടുക്കാൻ കഴിയും എന്നതാണ് അദ്ദേഹം നേരിടുന്ന വെല്ലുവിളി. അവിടെ അദ്ദേഹത്തിന് ആ മാളത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമോ? ഇവിടെ ഇപ്പോൾ ഈ CPM 24ാം പാർട്ടി കോൺഗ്രസ് നടന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ ബിസിനസ് പാർട്ണറായി പ്രകാശ് ജാവദേക്കർ അവിടെ വന്ന് ചായ കുടിച്ചു പോകുന്ന ആ നേരം പോക്കും കഴിഞ്ഞ് ഒരു വ്യാപാര ബന്ധം നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ പോയി പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുമ്പോൾ EP ജയരാജൻ്റെ ആ സംഘബന്ധം അവിടെ ചർച്ച ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതൊന്നും ചർച്ചയാകുന്ന പോലുമില്ല CPM. കേവലം ഒറ്റപ്പെട്ട ശബ്ദമെങ്കിലും ഉണ്ടാകണ്ടേ, ഒറ്റപ്പെട്ട ശബ്ദം ഉണ്ടാകണ്ടേ. സംഘപരിവാറിൻ്റെ ഭാഗമായി ആ മുന്നണിക്ക് അല്ലെങ്കിൽ അതിലെ പ്രധാന പാർട്ടിയായ BJPക്ക് നേതൃത്വം നൽകുന്നയാൾ, അതും കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി EP ജയരാജൻ്റെ വീട്ടിൽ വരുന്നു, അദ്ദേഹവുമായി ചായ കുടിക്കുന്നു, അതിനുശേഷം ബിസിനസ്സിലേക്ക് പോകുന്നു. ഈ സംഘപരിവാർ ബന്ധം പോലും ചർച്ച ചെയ്യാൻ ഈ പാർട്ടി കോൺഗ്രസിൽ ഒരാൾ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ പോക്ക് എങ്ങോട്ടാണ്? അല്ല, അതിനെതിരെയുള്ള പോരാട്ടം വ്യക്തമാക്കിയത് താങ്കൾ കേട്ടില്ലേ? അതായത് ഏത് തരത്തിലേക്കാണ് നവഫാഷിസ്റ്റ് ശക്തിക്കെതിരായ വിശാല മതേതര സഖ്യം രൂപീകരിക്കേണ്ടത് എന്നുള്ള വാചകമാണ് അത് ആദ്യം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ പിന്നീട് കണ്ടപ്പോൾ പറഞ്ഞത്. അപ്പോൾ അജണ്ട എന്നുള്ളത് വ്യക്തമല്ലേ അഡ്വക്കേറ്റ് അനിൽ ബോസ്? അല്ല, ഞാൻ MA ബേബി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ദേശീയ തലത്തിൽ പ്രതിപക്ഷ സഖ്യം വിശാലമായ വീക്ഷണത്തോടെ, മതനിരപേക്ഷ നിലപാടോടെ പോകുന്നതിന് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്, അദ്ദേഹത്തെ അഭിനന്ദിച്ച ആളാണ്. പക്ഷെ എൻ്റെ ചോദ്യം, 24ാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന കേന്ദ്ര സമിതി അംഗം ശ്രീ EP ജയരാജൻ, BJP സംസ്ഥാന പ്രസിഡന്റുമായി ബിസിനസ് ബാന്ധവമുള്ള അദ്ദേഹം BJPയുടെ പ്രഭാരിക്ക് ചായ സൽക്കാരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സംഘപരിവാറിനെതിരെ വിശാലമായ വീക്ഷണത്തോടെ എന്തുകൊണ്ടാണ് ഒരു നടപടി എടുത്തത്? അതൊരു നടപടിയെടുക്കലായിരുന്നു എന്ന് പറയുകയും അത് സംസ്ഥാനം വിശദീകരിച്ചു കഴിഞ്ഞ കാര്യവുമാണല്ലോ. അല്ല, നമ്മൾ കാണേണ്ട കുറെ കാര്യങ്ങളില്ലേ? ഓരോ കാര്യങ്ങളും എടുക്കും. ഞാൻ ഓരോ കാര്യങ്ങളിലേക്കും അളന്നു കുറിച്ച് പോകാനല്ല. പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ലെന്ന് അനുജയ്ക്ക് നിർബന്ധമുണ്ടോ? പഴയ കാര്യങ്ങൾ രാഷ്ട്രീയ ചർച്ച നടക്കുമ്പോൾ അത് ഓർമ്മിപ്പിക്കണ്ടേ? ഇവിടെ ലൈഫിൻ്റെ കേസ് വരുന്നു, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് വരുന്നു, ലാവ്ലിൻ കേസ് 35 തവണയായി മാറ്റിവെക്കപ്പെടുന്നു. ഇപ്പോൾ SFIയുമായി ബന്ധപ്പെട്ട വീണ വിജയനെതിരെ കേസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ബാർഗൈനിങ് പൊളിറ്റിക്സ് ആണ്. വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഇതൊക്കെ കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്നത്, ശ്രീ MA ബേബി ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്നതിന് പൊതുധാര ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പോസിറ്റീവായി കാണുന്നു. പക്ഷേ താങ്കൾ സംശയിക്കുന്നത് ഈ ബാർഗൈനിങ് പൊളിറ്റിക്സിന്റെ ഭാഗമായി നിൽക്കേണ്ടി വരുമോ MA ബേബിക്ക്? അതാണോ താങ്കളുടെ ആശങ്ക? അതല്ലേ ഞാൻ എൻ്റെ തുടക്കത്തിൽ കിട്ടിയ അവസരത്തിലും ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലും ഞാൻ പറഞ്ഞതെന്താ, ഈ മാളത്തിൽ നിന്ന് പുറത്തു ചാടാൻ, ഈ തടവറയിൽ നിന്ന് സ്വതന്ത്രമായി നിലപാടെടുക്കാൻ
ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ ഇപ്പോൾ കോർഡിനേറ്ററായിരുന്ന മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാരാട്ടിന്റെയും ഒക്കെ തടവറയിൽ നിന്ന് പുറത്തു വന്ന സ്വതന്ത്രമായി രാഷ്ട്രീയ വ്യക്തിത്വം എന്നുള്ള നിലയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വ്യക്തിത്വം ഉയർത്തിക്കൊണ്ട് സ്വന്തം വ്യക്തിത്വവും ഉയർത്തിക്കൊണ്ട് നിലപാടെടുക്കാൻ ശ്രീ എം എ ബേബിക്ക് കഴിയുമോ? അതാണ് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ സഖ്യത്തിൽപ്പെടുന്നവരും പൊതുസമൂഹവും നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ വരും എന്ന് നമ്മൾ കാണാൻ ആഗ്രഹിക്കുകയാണ്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള വെല്ലുവിളികളാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ഒരു സമ്മേളനത്തിൽ കേന്ദ്ര സമിതി അംഗത്തെക്കുറിച്ച് ഉയർന്ന ആക്ഷേപം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നില്ല. ഇവിടെ ഒരു പാർട്ടി ഒന്നടങ്കം ഒരു ജോലിയും ചെയ്യാതെ പണം കൈപ്പറ്റി എന്നതിന്റെ പേരിൽ കമ്പനി നിയമപ്രകാരം കേസെടുക്കപ്പെട്ട വിഷയത്തിൽ ഒരു പാർട്ടി കമ്മിറ്റി ഒന്നടങ്കം, ഒരു പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സന്ദർഭത്തിൽ ഒരു സംസ്ഥാന കമ്മിറ്റി ഒന്നടങ്കം കവചം തീർക്കാൻ ഇറങ്ങുകയാണ്. അപ്പൊ ഇത്തരം ഏകപക്ഷീയമായ നടപടി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ പോലും ഇതിനെ ചലഞ്ച് ചെയ്യാനില്ലേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം പേരുന്നവരിൽ? അതിനുള്ള തന്റെ ഇടമുള്ളവരില്ലേ ആ പാർട്ടിയിൽ? ആ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരാളെങ്കിലും ഉണ്ടാകണ്ടേ ഇത് ശരിയല്ല എന്ന് പറയാൻ? വേണ്ട, മുൻ സെക്രട്ടറി ഉണ്ടല്ലോ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ മകനെതിരായി ഉയർന്നു വന്ന ആരോപണങ്ങൾ വന്നപ്പോൾ അദ്ദേഹം എടുത്ത സമീപനം നമ്മുടെ ഡൊമൈനിൽ, പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ലേ? ഒരു വ്യക്തിയായി കാണണമെന്നും അദ്ദേഹം ആ കേസ് നടത്തണമെന്നും അത് പാർട്ടി സംരക്ഷിക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞ അസോസിയേറ്റഡായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ എത്രയോ ഉയർന്നു നിൽക്കുന്നു. രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടാവും. അദ്ദേഹത്തിന്റെ ആ നിലപാട് എത്ര ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ കാണേണ്ടത്. അത്തരം ഒരു സന്ദർഭം നമ്മുടെ മുൻപിൽ ഉള്ളപ്പോൾ ഒരു പാർട്ടി സെക്രട്ടറിയുടെ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ നിയമസഭാ കക്ഷി ഉപനേതാവായിരുന്ന ഒരാളുടെ മകനെതിരെ ആരോപണം വന്നപ്പോൾ കോടിയേരി ഉയർത്തിയ മൂല്യവത്തായ ഒരു നിലപാടുണ്ട്. ആ നിലപാട് നമ്മുടെ മുൻപാകെ നിൽക്കുമ്പോഴാണ് ഈ ഒരു പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണമല്ല കേസെടുക്കുന്നത്, അതിന്റെ നടപടി, അന്വേഷണം, തുടർ നടപടികൾ വരുന്നത്. അവിടെ കാണുന്നത് എന്താ? പാർട്ടി സെക്രട്ടറി എങ്കിലും അത് തള്ളി പറയും, അല്ലെങ്കിൽ അത് വീണ വിജയൻ വ്യക്തിപരമായി നോക്കിക്കോളും എന്ന് പറയേണ്ടതിന് പകരം ഒരു സംസ്ഥാന കമ്മിറ്റി ഒന്നടങ്കം ഓശാന പാടുന്നത് കേരളം കാണുകയാണ്, ഇന്ത്യ കാണുകയാണ്. ആ അപജയത്തെ അതിജീവിക്കാൻ ഈ പാർട്ടി തെറ്റായ വഴിക്കാണ് പോകുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ ശ്രീ എം എ ബേബിക്ക് കഴിയുമോ? അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. അല്ലാതെ കേരള സംസ്ഥാനത്ത് CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു എന്നതോ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ എടുക്കേണ്ട നിലപാടുകളോ അല്ല ശ്രീ എം എ ബേബിയുടെ മുന്നിൽ. താങ്കൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഇതിൽ കേരളത്തിലേക്ക് ചുരുക്കി ഇപ്പോ അദ്ദേഹത്തിന് മുന്നിലുള്ള വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ കേരളത്തിലെ കാര്യമുണ്ട്. പക്ഷേ ഈ ദേശീയ തലത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. അവിടെയാണല്ലോ ഒരു ഇന്ത്യ സഖ്യം നിൽക്കുന്നതും. ഏത് തരത്തിലാണ് ആ വെല്ലുവിളിയെ നേരിടാൻ ഒരു മതേതര വിശാല സഖ്യം രൂപീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. അല്ലാതെ കേരള സെൻട്രിക്കായി നമുക്ക് സംസാരിക്കാൻ കുറെ വിഷയങ്ങളുണ്ട്. ചോദ്യത്തിന് ഞാൻ കൃത്യമായ മറുപടി പറയുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ 2 റോൾ മോഡലുകൾ ഉണ്ട്. അനുജ അദ്ദേഹത്തിന്റെ മുന്നിൽ 2 റോൾ മോഡലുകൾ ഉണ്ട്. മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരായ 2 റോൾ മോഡലുകളുണ്ട്. അവർ രണ്ടുപേരും ഇന്ന് ഈ ലോകത്തില്ല. പക്ഷേ അവരെ പൊതുസമൂഹം ആദരിക്കുന്നുണ്ടെന്നേ. അതാണ് ഞാൻ ആദ്യം തന്നെ പ്രതിപാദിച്ച 2 ജനറൽ സെക്രട്ടറിമാരുടെ പേര്, ഹർകിഷൻ സിംഗ് സുർജിത്ത് ആൻഡ് സീതാറാം യെച്ചൂരി. 2 പേരുടെ പേര് ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലേ? ഇന്ത്യയിലെ മതനിരപേക്ഷ നിലപാട് ഉയർത്തുന്നതിന് സവർണ ഫാസിസ്റ്റുകൾക്ക് കീഴടങ്ങാതെ നിലപാടെടുത്ത 2 വ്യക്തിത്വങ്ങളുടെ പേരാണ്. അവരെ റോൾ മോഡലായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എം എ ബേബിക്ക് കഴിഞ്ഞാൽ എം എ ബേബിക്ക് അധികം മുന്നോട്ട് പോകാൻ കഴിയും. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊള്ളക്കാരുടെ തടവറയിൽ നിന്ന് അവർ പറയുന്നതിലെല്ലാം തലകുലുക്കി സമ്മതിക്കേണ്ട ഗതികേടിലേക്കാണ് അദ്ദേഹം പോകുന്നതെങ്കിൽ ചരിത്രം ഏറ്റവും പരാജയപ്പെട്ട CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ രേഖപ്പെടുത്തും. അതിനിടയാകാതിരിക്കട്ടെ എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായുള്ള ഒരു പാർട്ടി, അതിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി, അതിന്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു.